Itel A70 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Itel A70 4G എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ വന്നേക്കാം. ഫുൾ HD റെസൊല്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. HD റെസൊല്യൂഷൻ ആയിരിക്കും വരിക. LCD പാനലായിരിക്കും ഇതിൽ വരിക. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് വരുന്നതായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ച് ഹോൾ ഡിസൈനൊന്നും വരാൻ സാധ്യതയില്ല. കൂടിയ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. 120 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വന്നേക്കാം. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഐഫോണിൻ്റെ 15 സീരീസിലൊക്കെ ഡൈനാമിക് ഐലൻഡ് എന്നുള്ള ഫീച്ചർ ഉണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പം ഈ ഒരു ഫോണിലും അതുപോലെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും ഈ ഫോൺ വരിക. ഏകദേശം 90% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഇതിൽ വന്നേക്കാം. ബ്രൈറ്റ്നസ് വരിക 500 നിറ്റ്സ് ആയിരിക്കും. അപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഡൈനാമിക് ബാർ എന്നുള്ള ഫീച്ചർ വരുന്നതായിരിക്കും. ഇപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന സമയത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും വരിക. തിക്നെസ് വരിക 8.6 mm ആയിരിക്കും. പിന്നെ ഈ ഫോണിൽ unisoc T603 എന്ന പ്രോസസ്സറായിരിക്കും വരിക. ഈ ഫോണിൻ്റെ വില 7500 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിരിക്കും വരിക എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറായിരിക്കും ഈ ഒരു പ്രോസസ്സർ. പിന്നെ ഇതിൽ 5G സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. മാക്സിമം 4G സപ്പോർട്ടായിരിക്കും വരിക. ഈ ഫോണിൽ 4 GB റാം വരെ വന്നേക്കാം. അതുപോലെ തന്നെ 128 GB ഇൻറ്റേർണൽ വെർഷനും 256 GB ഇൻറ്റേർണൽ വെർഷനും വന്നേക്കാം. വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. Android 13 ബേസ് ആയിട്ടുള്ള ഗോഡിഷൻ സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഗോഡിഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ അത്ര പവർഫുൾ അല്ല എന്നുണ്ടെങ്കിലോ അതിൽ റാമൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഹാങ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൻഡ്രോയിഡിൻ്റെ ഒരു ലൈറ്റ് വെർഷനാണ് സോഫ്റ്റ്വെയറിൽ കൊടുക്കാറ്. അത് ബേസ് ചെയ്തിട്ടുള്ള Itel സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 13 MP മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഒരു AI ലെൻസും ഇതിൽ വന്നേക്കാം. ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറ ആയിരിക്കും വരിക. 5000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇതിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡായിരിക്കും വരിക. പിന്നെ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ ചിലപ്പം ഒരു 7500 രൂപ പ്രൈസ് റേഞ്ചായിട്ട് ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. അതിനേക്കാൾ കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ Itel A70 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങളിത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.